അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാഹിദ്, കൊല്ലം തേവലക്കര. എൻ്റെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ ഷിർക്കിൽ അകപ്പെടുമോ? അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് രക്ഷ കിട്ടുകയില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞു എന്നതുകൊണ്ട് ശിർക്ക് വരൂല എന്ന് പറയാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാകുന്നു എന്ന ഷഹാദത്ത് അംഗീകരിച്ച ആള് അതിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്താൽ, ഏത് പ്രവൃത്തിയാ ചെയ്തത് അതിന്റെ ശിക്ഷ അയാൾക്കുണ്ടാവും. ശിർക്ക് സംഭവിച്ചാൽ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, ആരാ ബദരീങ്ങൾ? ബദറിൽ പങ്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും. അവരെ വിളിച്ചാൽ, അത് ഇവിടുന്ന് വിളിച്ചാൽ അവർ കേൾക്കും. ഉത്തരം ചെയ്ത് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ കഴിവ് അവർക്ക് വകച്ചു കൊടുക്കുകയാണ്. അത് ശിർക്കാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചത് കൊണ്ട് അയാൾക്ക് അതിന്റെ രക്ഷ കിട്ടൂല. അയാൾ ആ ശിർക്കിൽ നിന്ന് തൗബ ചെയ്ത് തൗഹീദിൽ ജീവിക്കണം. അവസാന ശ്വാസം തൗഹീദിലായിക്കൊണ്ട് മരിക്കണം. എന്നാലേ അയാൾ രക്ഷപ്പെടുള്ളൂ. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ ആളായതുകൊണ്ട് ശിർക്ക് ചെയ്താൽ ശിർക്കല്ലാതാവൂല. ശിർക്ക് ആകുന്ന ചെയ്യും, യാതൊരു സംശയമല്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുസലാം ചേലമ്പ്ര. എൻ്റെ ചോദ്യം, മോഡറേറ്റർ പറഞ്ഞു ചോദ്യം മാത്രം ചോദിച്ചതാണ്. ചോദ്യം മാത്രം ചോദിക്കുന്നത്, റബിയ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം ചോദിച്ചിട്ടുണ്ടോ? അതിനും വ്യക്തമായൊരു മറുപടി തന്നെ. വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അത്. റസൂലിനോട് ചോദിക്കാന്ന് പറഞ്ഞാല് അള്ളഹാനോട് ചോദിക്കലൊക്കെ റസൂലിനോടും ചോദിക്കാം എന്ന് വന്നില്ലേ എന്നാണ്. മുസ്ലിയാക്കന്മാര് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഹദീസാണ്. സുലൈമാൻ സഖാഫി അദ്ദേഹത്തിന്റെ ഇസ്തിഗാസ എന്ന പുസ്തകത്തിൽ ഇസ്തിഗാസക്ക് നബിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. വാസ്തവത്തിൽ ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുള്ളത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളോട് സ്വർഗത്തിൽ ഞാൻ കൂട്ടു ചോദിക്കുന്നു, നിങ്ങളുടെ സാമീപ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നബിയോട് സ്വർഗല്ല ചോദിച്ചത്. സ്വർഗത്തിൽ കടക്കുകയാണെങ്കിൽ നബിയുടെ സാമീപ്യം കിട്ടണം, അതിനെന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതാണെന്ന് ഈ ഹദീസിന്റെ മറ്റു റിവായത്തുകൾ കൊണ്ട് വ്യക്തമാണ്. ഹദീസ് പഠനത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയത്തിൽ വന്ന ഹദീസുകൾ വ്യത്യസ്ത റിവായത്തുകൾ വന്ന റിവായത്തുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിന് അർത്ഥം പറയേണ്ടത്. ഇത് മുഖ്തസറായ റിവായത്താണ്, സംക്ഷിപ്തമായ റിവായത്താണ്. അതിന്റെ വിശദമായ റിവായത്ത് തൊബറാനിയും ഇമാം അഹമ്മദും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. മുഖ്തസറാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, മുന്തിരി ഹാഫിദുൽ മുന്തിരി തന്നെ പറഞ്ഞിട്ടുണ്ട്. റവാഹു തൊബറാനി ഫിൽ കബീർ മിൻ റിവായത്ത് ഇബ്നു ഇസ്ഹാഖ് വൽ ലഫ്ദു ലഹു വറവാഹു മുസ്ലിം വ അബൂ ദാവൂദ് മുഖ്തസറൻ. അപ്പൊ മുസ്ലിമും അബൂദാവൂദും വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ തൊബറാനിയുടെ റിവായത്തിൽ, അതുപോലെ തന്നെ അഹമ്മദിന്റെ റിവായത്തിലൊക്കെ ഉള്ളത് വേറെയാണ്. അതിലുള്ളതാണ് യാ റബീഅ സൽനി ഫഉതിയക. റബീഅ റസൂലുള്ളാഹിക്ക് വളരെ ഖിദ്മത്ത് ചെയ്യാണ്. നബി ഉണരുമ്പോഴേക്ക് നബിയെ വെള്ളം വേണോ, ഒതുടുക്കണോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഖിദ്മത്ത് എടുത്തപ്പോ, റബീഅ നീ എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്നിർനി ഹത്ത അന്നുറ. നബിയല്ലേ ഈ പറയണ, അള്ളാഹുമായി അടുത്തൊരാൾ ചോദിച്ചോ എന്ന് പറയുമ്പോ പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും ചോദിക്കാതെ നബിയെ എനിക്കൊരു സാവകാശം തന്നെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ തദക്കർത്തു, ഞാൻ ആലോചിച്ചു, അന്നത്തുഞ്ഞ ഫാനിയത്തും മുൻകത്യ, ദുന്യവിയായ കാര്യങ്ങൾ ചോദിക്കണ്ട, കാരണം അത് നശിച്ചു പോണതല്ലേ, മുറിഞ്ഞു പോകുന്നതല്ലേ. പിന്നെന്താ ചോദിക്കണ്ട? ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക അൻ തദ്ഉവല്ലാഹ അൻ യുൻജിയനി മിനന്നാരി വയുദ്ഖിലനി അൽ ജന്ന. നബിയെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എനിക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, വയുദ്ഖിലനി അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ കുറച്ചേരം മൗനം പാലിച്ചു. തുമ്മ കാല, പിന്നെ ചോദിച്ചു, മൻ അമറക ബിഹാദ, ഇങ്ങനെ ചോദിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഖുൽതു, അദ്ദേഹം പറയാണ്, റബീഅ പറഞ്ഞു, മാ അമറനി ബിഅഹദുൻ, ആരും എന്നോട് പറഞ്ഞതല്ല. വലാകിന്നി അലിംതു അന്ന ദുനിയ മുൻഖതിഅത്തുൻ ഫാനിയ, ദുനിയാവ് നശിക്കുന്നതും മുറിഞ്ഞു പോണതാണെന്ന് ഞാൻ മനസ്സിലാക്കി. വഅന്ത മിനല്ലാഹി ബിൽ മകാനില്ലദി അന്ത മിന്നു, നിങ്ങളാകട്ടെ അല്ലാഹുമായി ഇത്രയും അടുത്തൊരു സ്ഥാനത്തുള്ളത്. ഫഅഹ്ബബ്തു അൻ തദ്ഉ അല്ലാഹ ലി, അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടു.
ഖാല, അപ്പൊ റസൂല് പറഞ്ഞു, ഇന്നി ഫാഇലുൻ, ഞാൻ അങ്ങനെ ചെയ്യാം, നിനക്ക് വേണ്ടി നിന്നെ സ്വർഗത്തിലാക്കാൻ, നരകത്തെ രക്ഷപ്പെടുത്താൻ ഞാൻ ദുആ ചെയ്യാം. പക്ഷേ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ തേരാവാരം നടന്നിട്ട് കാര്യമല്ല. ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് വേണ്ടി എന്നെ സഹായിക്കണം. സ്വർഗത്തിൽ വെറുതെ എത്തൂല. അപ്പൊ ധാരാളമായിട്ട് സുന്നത്ത് നമസ്കരിക്കണം. നീ ഒരു സുന്നത്തും വിടരുത്. ഫർള് എന്തായാലും വേണം. ഫർളിന് പുറമെയുള്ള സുന്നത്തുകളും നീ അനുഷ്ഠിക്കണം. അപ്പൊ ഇതിലെന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാ ചെയ്ത് സ്വർഗം കിട്ടാൻ വേണ്ടി. ഇത് മാത്രല്ല, മറ്റൊരു റിവായത്തിലുള്ളത്, ഇതേ റിവായത്ത് തന്നെ ഇമാം അഹ്മദിന്റെ റിവായത്തിലുള്ളത്, യാ റസൂലല്ലാഹ് അസ്അലുക അൻ തശ്ഫഅ ലീ ഇലാ റബ്ബിക ഫയുഅതികനി മിനന്നാർ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യണം, എന്നിട്ട് അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. എന്നിട്ട് ഈ റിവായത്തിന്റെ വാല് സലീമ സഖാഫി എടുത്തു കൊടുത്തു, മറ്റീന്റെ തലയും. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ ഞാൻ നിങ്ങളോട് സ്വർഗ്ഗത്തിലെ സാമീപ്യം ചോദിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിനോട് സ്വർഗ്ഗം ചോദിച്ചു. എന്നിട്ട് ഈ ഹദീസിൽ ഫസമത റസൂലുള്ളാഹി തവീലൻ, നബി കുറച്ച് ദീർഘമായി മൗനം പാലിച്ചു. തുമ്മ ഖാലലി, പിന്നെ എന്നോട് പറഞ്ഞു, ഇന്നി ഫാഇലു, ഞാൻ അങ്ങനെ ചെയ്യാം. അത് മാത്രം എടുത്തു കൊടുത്തു. അപ്പൊ സ്വർഗം ചോദിച്ചു, അപ്പൊ ഞാൻ നിനക്ക് സ്വർഗം തരാന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർത്തു. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ മുമ്പ് എന്താ ഉള്ളത്? നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ ചെയ്യണം. അപ്പൊ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ്. റബീഅത്ത് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ്, അല്ല എനിക്ക് സ്വർഗം തരണേ എന്നല്ല. വേറൊന്ന്, അള്ളാഹുവിന്റെ റസൂല് സ്വന്തം മകള് ഫാത്തിമാനോട് എന്താ പറഞ്ഞത്? അല്ലേ? അങ്ങനെ നബിക്ക് സ്വർഗം കൊടുക്കാൻ കഴിയുമെങ്കിൽ ആദ്യം കൊടുക്കുന്ന ഓഫർ ആയിരിക്കാ? ഫാത്തിമ ബിബി ആരാ? ഫാത്തിമത്തു ഫിൽതത്തു കബിദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫമൻ അഗ്ലബഹാ അഗ്ലബനി, ആരെങ്കിലും അവളെ കോപിപ്പിച്ചാൽ അയാൾ എന്നെയാണ് കോപിപ്പിക്കുന്നത്. അത്രയും സ്നേഹമുള്ള ഫാത്തിമാനോട് എന്താ പറഞ്ഞത്? യാ ഫാത്തിമത ബിന്ത മുഹമ്മദ് അൻഖിദി നഫ്സകി മിനന്നാർ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നീ തന്നെ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. കുടുംബക്കാരെ ഓരോരുത്തരെയും വിളിച്ചിട്ട് പറയാണ്, അമ്മായിയായ സഫിയ, അദ്മനാഫിന്റെ മക്കളെ, എല്ലാവരും സലൂനി മിൻ മാലി മാശിത്തും, എന്റെ സമ്പത്ത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളി, പക്ഷേ വല്ലാഹി ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, ദുനിയാ പരലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേടിത്തരാൻ എനിക്ക് കഴിയുകയില്ല. ഇത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതാണെന്ന് റിവായത്ത് അങ്ങനെ തന്നെ തുഹ്ഫയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാബ് സ്വലാത്തുൻ നഫൽ എന്നെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സുബിക്ക് തന്റെ സിഫാഉ സഖാമിൽ ഒരുപാട് ശിർക്കിന് തെളിവുണ്ടാക്കിയ കിതാബാണ്. അതിലും അദ്ദേഹം പറഞ്ഞ എന്താ? നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട അധ്യായത്തിലാണ്, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട വിഷയമാണിത് എന്നു തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബിയ ഒരിക്കലും സ്വർഗം ചോദിച്ചിട്ടില്ല. സ്വർഗത്തിലാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് നബിയെ ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞത്. മുഖ്തസറായ റിവായത്തും മുഫസ്സലായ റിവായത്തും ചേർത്ത് മനസ്സിലാക്കിയാൽ അങ്ങനെയാണ് കിട്ടുക. ഞാൻ ഒരു മംഗലാപുരക്കാരനാണ്. മലയാളം കുറച്ചറിയോ? പേര് സിറാജ്. ഷിഹറിനെ പറ്റിട്ടാണ് പറയേണ്ടത്. ഷിഹർ ഒരു നടന്ന കാര്യമാണ്. ഷിഹർ ഒരു പെണ്ണിക്ക് ഉണ്ടായി. ഞാൻ എൻ്റെ കുടുംബത്തിലാണ്. ആ വീട്ടുകാരൻ സലപ്പിയാണ്. ആ ഷീറിനെ ഇയാള് എന്ത് എടെല്ലാം പോയിട്ട് ഏടെ പോയാലും ശരിയായില്ല. മറന്ന് അതും ഇത് ചെയ്ത് പിന്നെ പോയതാണ് ഒരു ഉസ്താദിന്റെ അടുത്താണ്. ആ ഉസ്താദ് പറഞ്ഞ് നീ മടവൂരിലേക്ക് പോ. അപ്പൊ മടവൂർ പോയി. അവിടെ മടവൂർ ഷേഖിനെ വിളിച്ച് എല്ലാ പണിയെടുത്തത് ഇപ്പൊ ഉഷാറായി. പറയാ ഇത് ഷിർക്ക. പിന്നെ ഈ ഷെയറിന് എന്ത് ചെയ്യണം? ഷെയർ ഒരു ഉണ്ട് ഇല്ലാത്ത ഉസ്താദ് പറഞ്ഞ്. അപ്പൊ ഷെയർ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഖുറാനിലുണ്ട്. ഖുറാൻ അറിയാത്ത ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ. അവർ എന്ത് ചെയ്യണു? അതിന്റെ പറ്റി നമുക്ക് ഒരു കറക്റ്റാണ് ഇത് പറയണം. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സദസ്സിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. സിഹർ ബാധയേറ്റ ഒരു വ്യക്തി CM മടവൂരിന്റെ ജാറത്തിൽ പോയതിനു ശേഷമാണ് ആഫിയത്ത് കിട്ടിയത്. അത് ശിർക്കല്ലേ? സിഹർ ബാധിച്ചാൽ എന്താണ് രക്ഷക്കായി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. സിഹർ ബാധയാകട്ടെ ഇതര രോഗങ്ങളാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങൾക്കും
ദാഇനോടൊപ്പം ദവാവും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് ഇബാദല്ലാഹ് തദാവൂ വലാ തതദാവൂ ബിൽ ഹറാം, ദാസന്മാരെ നിങ്ങൾ ചികിത്സിക്കണം, ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്നാണ്. ഇപ്പൊ ദീനിൽ നിഷിദ്ധമായിട്ടുള്ള ചികിത്സാ രീതി ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. അതിൽ ശമനം കണ്ടാലും ശരി, നിഷിദ്ധമായ വസ്തുവകകൾ ഉപയോഗിച്ചാൽ, രീതികൾ ഉപയോഗിച്ചാൽ ഒരു വേള ശമനം ഉണ്ടായെന്ന് വരും. അത് ഉപയോഗിക്കുവാനുള്ള ന്യായമല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ സൈനബ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒലിച്ചിറങ്ങുന്ന ഒരു പ്രയാസത്തിലകപ്പെട്ട് ഒരു ജൂതപ്പെണ്ണ് നൂല് മന്ത്രിച്ച് കൊടുത്ത് അത് കെട്ടിയതപ്പോ ഇത് നിൽക്കുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഭാര്യയുടെ കഴുത്തിൽ ഈ നൂല് കണ്ടപ്പോൾ അത് അറുത്തുമാറ്റി ഗൗരവത്തിൽ സംസാരിച്ചു. അബ്ദുള്ളാന്റെ കുടുംബം ഷിർക്കിൽ നിന്ന് ധന്യരാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞ ന്യായം അറുത്തു മാറ്റിയപ്പോൾ കണ്ണീർ വീണ്ടും ഒലിച്ചിറങ്ങാൻ തുടങ്ങി. അതുണ്ടായിരിക്കെ ശമനമുണ്ടായിരുന്നു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെ തിരുത്തുകയാണ് ചെയ്തത്. പൈശാചിക വേലത്തരങ്ങൾ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഉണർത്തി ഉത്ബോധിപ്പിച്ചു. ഇവിടെ ഒരിക്കലും നമുക്ക് നിഷിദ്ധങ്ങളിലൂടെ ചികിത്സിക്കാൻ പാടുള്ളതല്ല. അതിൽ ആഫിയത്ത് കണ്ടാലും ശരി. ഇവിടെ CM മടവൂരിന്റെ ഖബറിങ്ങ ചെന്ന് അതുകൊണ്ട് മടവൂരിനോട് ദുആ ചെയ്തത് കൊണ്ടാണ് ശമനമുണ്ടായത് എന്ന് പറയുമ്പോൾ അത് ശിർക്കാണ്. CM മടവൂരിനെ വിളിച്ച് ദുആ ചെയ്ത് അവിടെ നിന്ന് അവിടെയുള്ള പൂജാരികൾ ക്ഷുദ്രവേലകളൊക്കെ ഒപ്പിച്ച് ചെയ്തു കൊടുത്തു കാണും. യഥാർത്ഥത്തിൽ ഇസ്ലാം നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ ചികിത്സ അനുവദിക്കുന്നില്ല. പ്രത്യുത സിഹ്ർ ബാധ പോലുള്ളതായ പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നവർ എന്ത് ചെയ്യണം എന്നുള്ളത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിഹ്റിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പ്രസ്തുത പരീക്ഷണത്തിൽ മലക്കുകൾ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിച്ച് അള്ളാഹുവിന്റെ ഔദാര്യത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശമനമുണ്ടായി. എങ്ങനെയായിരുന്നു ചികിത്സ? മുഅവ്വിദാത്തുകൾ കൊണ്ടുള്ള ചികിത്സയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലക്കും അന്നാസും ഓതിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം അതിലൂടെ സിഹ്റിൽ നിന്ന് അള്ളാഹുവിന്റെ അനുമതിയാൽ രക്ഷയും മോക്ഷവും ഉണ്ട്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ചികിത്സയാണ്. അതുകൊണ്ട് അത്തരം പ്രയാസത്തിൽ അകപ്പെടുന്നവർ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൾ സലാം, മഞ്ചേരി സ്വദേശിയാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ശിർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം, അതേപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിധി എന്താണ്? നമ്മുടെ സഹോദരന്റെ ചോദ്യം ഒരു കാര്യം ശിർക്കാവാനുള്ള മാനദണ്ഡം എന്താണ് എന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ള എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയും, മഹാന്മാരുടെ കഴിവിനൊന്നും യാതൊരു പരിധിയുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന ആളുകളുടെ ആ പ്രാർത്ഥന ശിർക്കാവാനുള്ള മാനദണ്ഡം എന്താണ് എന്നാണ് അവർ ചോദിക്കാറുള്ളത് സാധാരണഗതിയിൽ. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സക്കരിയ സൊലായി പറയുകയുണ്ടായി, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളിൽ മക്കയിലെ മുശ്രിക്ക് വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബിയോട്, നിന്നെ വിശ്വസിക്കാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, നീ നബിയല്ലേ,
നബി ആകുമ്പോ എന്തിനും കഴിയണം, എന്തിനും നിനക്ക് സാധിക്കണം. ഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബുഅ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. മക്ക മുശ്രിക് പറയാം, മുഹമ്മദേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷെ ഒരു നബിയാവണമെങ്കിൽ ഈ മക്കയിൽ ഒരു അരുവി ഒഴിക്കാൻ നിനക്ക് കഴിയണം, പെട്ടെന്നൊരു ഈത്തപ്പഴത്തോട്ടം വരാൻ കഴിയണം, മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ കഴിയണം, അതിന്റെ ഇടയിലൂടെ നദി ഒഴിക്കാൻ കഴിയണം, എന്തിനും നിനക്ക് കഴിയണം. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. കേരളത്തിൽ ഇതിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്നതോ മഹാന്മാരുടെ കഴിവിന് പരിധിയില്ല. കൊട്ടപ്പുറത്ത് ചോദിക്കപ്പെട്ടത് മൗലവി മഹാന്മാരുടെ കഴിവിന് പരിധിയുണ്ടെങ്കിൽ എത്ര? AP അബ്ദുൽ ഖാദർ മൗലവി ആയത്തോതിയിട്ട് കാര്യമില്ലല്ലോ. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് മഹാന്മാരുടെ കഴിവിന് ഒരു പരിധിയുമില്ല, എന്തിനും അവർക്ക് സാധിക്കും. വല്ലേ നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് ബായ് കൂടെ ഉത്തീരം ചെയ്യും ഞാൻ എന്നവർ എന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം കാരണം സംഭവിക്കുന്നത്, പരിശുദ്ധ ഖുർആനിലെ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, മക്ക മുശ്രിക്കും ഈ പ്രാർത്ഥന നടത്തുന്നവരും ഈ വിഷയത്തിൽ ഒന്ന് തന്നെ, മുഹമ്മദ് നബിയെ നബിയായി കാണണമെങ്കിൽ എന്തിനും കഴിയണം. മക്ക മുശ്രിക്ക് കഴിവ് ഖാദിറി എന്ന സിഫത്ത് മനുഷ്യന് നൽകലായി, അതോടുകൂടെ ശിർക്ക് നടന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മനാഫ്, മലപ്പുറം ജില്ല. എൻ്റെ ചോദ്യം, ജിന്നിനെ നമ്മളെ സഹായിക്കാനുള്ള കഴിവുണ്ടോ? കഴിവുണ്ടെങ്കിൽ ജിന്ന് നമ്മളിൽ കയറി കഴിഞ്ഞാൽ അടിച്ചിറക്കുന്ന സംവിധാനം മുജാഹിദുകൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? വേറെ ചോദ്യം, ഇതിനോട് നമുക്ക് വീടിന് അല്ല, ഒരു ചോദ്യം പോരാ, കഴിഞ്ഞിട്ട് അടുത്ത് കേട്ടാ. ഒരു സംഗതിയാണ് ജിന്നുകൾക്ക്, അല്ല ഇവിടെ വിഷയാധിഷ്ഠിതമായിട്ട് ചോദിക്കണം എന്നുള്ളത്. ജിന്നുകൾക്ക് നമ്മളെ സഹായിക്കാനുള്ള കഴിവുണ്ടോ? ഇതേപോലെ അടിച്ചിറക്കിയുള്ള ചികിത്സ മുജാഹിദുകൾക്കിടയിൽ കാണപ്പെടുന്നു. അതിനെക്കുറിച്ച് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ജിന്നുകളെ കീഴ്പ്പെടുത്തിയപ്പോൾ കീഴ്പ്പെടുത്തപ്പെട്ട വിഷയങ്ങളിൽ സഹായത്തിനായിട്ട് ഉപയോഗിച്ചത്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ജിന്ന് വർഗം കേൾക്കുകയും ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും നിയോഗിതനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ ജിന്ന് വർഗത്തിൽപ്പെട്ടവർക്ക് ജിന്നുകൾ എത്തിച്ചു കൊടുക്കുകയുണ്ടായി എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ഓതുന്ന നമുക്ക് ഏവർക്കും അറിയുന്ന വിഷയമാണ്. യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, ഞങ്ങളുടെ സമൂഹമേ അള്ളാഹുവിന്റെ പ്രബോധകന് നിങ്ങൾ ഉത്തരമേകൂ എന്ന് തുടങ്ങി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട വിശുദ്ധ ഖുർആന്റെയും അതേപോലെ ദീനി വിഷയങ്ങളെയും അവരുടെ ജനതയിലേക്ക് എത്തിച്ചു കൊടുത്ത ചരിത്രം
സൂറത്തുൽ അഹ്ഖാഫിലും അതേപോലെ തന്നെ സൂറത്ത് ജിന്നിന്റെ തുടക്കത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. അപ്പോ ജിന്നുകൾ തങ്ങൾക്ക് നൽകപ്പെട്ട കഴിവുകളിൽ അവർ മനുഷ്യരെ സഹായിച്ചേക്കും. എന്നാൽ ജിന്നുകളെ വിളിച്ച് തേടുക, അതേപോലെ തന്നെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ആരും ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും തേടുവാനും പറയുന്നവരോ പഠിപ്പിക്കുന്നവരോ അല്ല. ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും പ്രമാണങ്ങളിലൂടെയാണ് സലഫികളായ പണ്ഡിതന്മാർ അവരുടെ ദഅവത്ത് തുടർത്തുന്നത്. ഒരാളും ജിന്നിനെ വിളിച്ച് തേടുവാനും അതേപോലെ തന്നെ സഹായമർത്ഥിക്കുവാനും ദുആയിരക്കാനും ആവശ്യപ്പെടുന്നവരല്ല. എന്ന് മാത്രമല്ല, ജിന്നുകളെ വിളിച്ച് തേടാം എന്ന് ധ്വനിപ്പിക്കുന്നതായ ചില ദുർബല ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ അത് ദുർബല ഹദീസുകളാണ്. അതുകൊണ്ട് അമലെടുക്കുവാനും വിശ്വാസപരമായ കാര്യങ്ങളിൽ ദുർബലമായ ഹദീസുകളെ തെളിവിന് പിടിക്കാൻ പാടില്ല എന്നും ശക്തമായി പ്രബോധനം നടത്തുന്നവരും പറയുന്നവരുമാണ് കേരളത്തിലെ സലഫി പണ്ഡിതന്മാർ, പ്രത്യേകിച്ചും സലഫി പണ്ഡിതന്മാർ ലോകത്ത് പൊതുവിലും. ഒരിക്കലും ജിന്നുകളെ വിളിച്ച് തേടുവാനും സഹായമർത്ഥിക്കുവാനും ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ വിജനതയിൽ ഒരു വ്യക്തി എത്തിപ്പെട്ടാൽ വിജനതയിൽ വസിക്കുന്ന പ്രകൃതമാണ് അല്ലാഹു ജിന്നുകൾക്ക് നൽകിയിട്ടുള്ളത്. അതിനാൽ താൻ വിളിച്ചാൽ കേൾക്കുന്ന വല്ല ജിന്നുകളും തന്നെ രക്ഷിക്കുമോ എന്ന വിശ്വാസത്താൽ ഒരാൾ ജിന്നിനെ വിളിക്കാൻ പറ്റുക? അങ്ങനെയുള്ള മസാലയിൽ പോലും ജിന്നിനെ വിളിക്കാൻ പാടില്ല. കാരണം അത് ശിർക്കിലേക്ക് മനുഷ്യന്മാരെ എത്തിക്കുന്ന വഴിയും പഴുതുമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. എന്നാൽ ഒരു ജിന്ന് തനിക്ക് നൽകപ്പെട്ട കഴിവുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി രക്ഷക്ക് വേണ്ടി ജിന്നിനോട് അപേക്ഷിച്ചാൽ അത് പാടില്ല എന്നത് നിസ്തർക്കാണ്. പക്ഷെ അതിന് ഒരു ശിർക്കിന്റെയും കുഫറിന്റെയും ഹുക്മ് പറയാമോ? ശിർക്കിന്റെ ഹുക്മ് പറയണമെങ്കിൽ ആ വിഷയം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്, തസവ്വുറാക്കേണ്ടതുണ്ട്. അക്സ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ടുള്ള ഒരു തേട്ടമാണ് അത് എങ്കിൽ അതിന് ശിർക്ക് എന്ന് വിധി പറയപ്പെടും പ്രസ്തുത തേട്ടത്തിന്. അല്ല എങ്കിൽ അത് പാടില്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത്തരം വിളികൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ സുഹൃത്തിന്റെ ഒരു ചോദ്യം മുജാഹിദുകൾ അടിച്ചിറക്കുന്നതായി കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അടിച്ചിറക്കൽ പരിപാടി മുജാഹിദീങ്ങളുടെ ശീലങ്ങളിൽപ്പെട്ടതല്ല. പ്രത്യുത ആരെങ്കിലും ചെയ്യുന്നതിനെ മുജാഹിദുകളുടെ വേത്ത് വെച്ച് കെട്ടിയിട്ട് അടിച്ചാക്ഷേപിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ
ഒരു വ്യക്തി കൊണ്ടുവരപ്പെടുകയും ജിന്നുബാധയാൽ പ്രയാസപ്പെടുന്ന ആ വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൊണ്ട് കൊട്ടി ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹുവിന്റെ ശത്രു പുറത്തു പോകൂ എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ചിലർ ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കൊട്ടുന്നതിൽ തെറ്റില്ല എന്ന വീക്ഷണം പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമാണ്. അത്തരം പരീക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ കൊണ്ടുവരപ്പെട്ടാൽ ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞ് ദീനിൽ സ്ഥിരപ്പെട്ട ശർഈയായ മന്ത്രങ്ങൾ കൊണ്ട് ചികിത്സിക്കുകയാണ് വേണ്ടത് എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഈ ചോദ്യത്തിൽ വന്നതുപോലുള്ളതായ അടിപ്രയോഗങ്ങളുടെ വാക്താക്കൾ ഒരിക്കലും മുജാഹിദുകളോ സലഫികളോ അല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായതുകൊണ്ട് എഴുതി കിട്ടിയ ഒരു അനുബന്ധ ചോദ്യം കൂടി വായിക്കുകയാണ്. ജിന്ന്, മലക്ക് എന്നിവരോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ താങ്കൾക്കും മടവൂരികൾക്കും ഇടയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവരുടെ കാസറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് താങ്കളും കൂട്ടരും ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന നിലപാട് സ്വീകരിക്കുക വഴി വമ്പിച്ച ശിർക്കാണ് ചെയ്യുന്നത്. വ്യക്തമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു. കുറച്ചു കാലമായിട്ട് മടവൂരികള് പറഞ്ഞു പരത്തുന്ന പച്ചക്കളവുകളിൽപ്പെട്ടതാണ് ജിന്നിനെയും മലക്കിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ സക്കരിയ സലാഹിയും കൂട്ടരും പറഞ്ഞു നടക്കുന്നു. ഞാൻ പല സ്ഥലത്തും വെല്ലുവിളിച്ചു, നിങ്ങൾ കൊണ്ടുപോവാ അതിന്റെ തെളിവ്, എഴുതിയതോ പ്രസംഗിച്ചതോ കൊണ്ടുപോവാ. ഇതുവരെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ ഭൗതിക കാര്യങ്ങൾക്ക് ഏതെങ്കിലും ജിന്നിന്റെ സഹായം തേടിയിട്ടില്ല. എന്തെങ്കിലും ഭൗതിക സഹായങ്ങൾ അങ്ങോട്ട് വെക്കുക, അത് ഇങ്ങോട്ട് വെക്കുക എന്ന് പറയാ, അല്ലെങ്കിൽ അതിന് സഹായിക്കും ഇതിന് സഹായിക്കും യുദ്ധത്തിന് സഹായിക്കും എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ ഏർപ്പാടുമില്ല. പിന്നെ അഭൗതിക സഹായം ചോദിച്ചാലോ അത് ശിർക്കുമാണ്. അതിവിടെ നേരത്തെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ 2002 പിരിഞ്ഞു പോയി ഇന്ന് വരെയും ജിന്നും അങ്ങനെ മാന്തി കൊണ്ടിരിക്കുക. മാന്തിയിട്ട് എന്ത് കിട്ടിയവർക്ക്? ഞാൻ പലയിടത്തും പറയാറുണ്ട്, ആടിന്റെ വായിൽ എല്ലും കഷ്ണം കിട്ടിയാൽ, ആടിനെ മേക്കുന്നവർക്കറിയാം, ഒരു പൊന്ത കടിച്ചിട്ട് എല്ല് കിട്ടിയാൽ അത് എടുക്കും. അങ്ങനെ അങ്ങോട്ടാക്കി എത്ര കൊണ്ടുവന്നാലും ഇന്നൊന്നും കിട്ടില്ല, അവസാനം തുപ്പിക്കളയും. ഇതുപോലെ നിങ്ങൾ ഈ ജിന്ന് തുപ്പിക്കളയേണ്ടി വരും. നിങ്ങൾക്ക് യാതൊന്നും ഇവന്ന് കിട്ടൂല. ഞാൻ ചോദിക്കട്ടെ, 8-9 കൊല്ലമായിട്ട് ഇവരെ നിലപാട് വ്യക്തമാക്കിയോ? ഞങ്ങൾ പ്രബന്ധം അവതരിപ്പിച്ചു, ചർച്ച വെച്ചു, അതിന്റെ തീരുമാനങ്ങൾ എടുത്തു, തെറ്റുകൾ വന്നപ്പോൾ തിരുത്തി, കാസറ്റ് പിൻവലിച്ചു, എന്തെല്ലാം നടപടിക്രമങ്ങൾ ചെയ്തു. അത് ഇൽമിയായൊരു വിഷയത്തെ സമീപിക്കുമ്പോ അങ്ങനെയാണ്. അതിന് പകരം ഇവർക്കൊരു ജമിയത്തുണ്ടോ? ഇവർക്കൊന്ന് ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യാനോ പ്രബന്ധം അവതരിപ്പിക്കാനോ തീരുമാനമെടുക്കാനോ ധൈര്യമുണ്ടോ? ധൈര്യമില്ല. അവർക്കിങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുക, എന്നിട്ട് അതിലൂടെ നിലനിൽക്കാൻ പറ്റുമോ നോക്കുക. സ്വന്തം മണികളെ പിടിച്ചെടുത്ത ജിന്ന് എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയാ. വാസ്തവത്തിൽ ഞങ്ങൾ ആരും പറയാത്ത വാദങ്ങളാ ഞങ്ങളുടെ പേരില് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചിറക്കാൻ അടിക്കാതെ ഇറക്കാൻ പറ്റുമോ? ഇവര് കേറൂല എന്നുള്ള അഭിപ്രായക്കാരാ. ജിന്ന് മനുഷ്യരത്തിൽ കേറുമെന്ന് വിചാരിച്ചാൽ തന്നെ അന്ധവിശ്വാസമാണ് അവരെ വിചാരം. നമ്മളത് തീരുമാനം എടുത്തു കഴിഞ്ഞു, ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കും. ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിച്ചാൽ പല കാരണങ്ങളാൽ രോഗമുണ്ടാകുന്ന പോലെ ജിന്നുബാധ പോലും രോഗങ്ങൾ ഉണ്ടാകാം. ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ 10ഓളം ആളുകൾ ഒരുമിച്ച് കൂടി PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തു. പലതരത്തിലുള്ള തലങ്ങളിലും ചർച്ച ചെയ്തു. അപ്പൊ ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിക്കും, പിശാച് ബാധയുണ്ട്, അതിനെ ഇറക്കാൻ പറ്റുമോ അല്ലേ എന്നുള്ളതിന് ഇവർക്ക് അന്ധവിശ്വാസമാണ്. എന്നാൽ ഇപ്പൊ അടിക്കണ വിഷയം മാത്രം വലിയ വിഷയം. എന്നാ അടിക്കാതെ ഇറക്കിക്കോ. നിങ്ങൾ അടിക്കാതെ ഇറക്കുവോ? ഇല്ലല്ലോ. പറയുന്ന കേട്ടാത്തോന്ന് ആകെ അടിക്കണേന് മാത്രം തർക്കം, ബാക്കിയൊക്കെ അംഗീകരിക്കപ്പെട്ടു. മടവൂരികൾക്ക് ജിന്ന് കയറുമെന്നുള്ള ഇതിലെ തർക്ക, അതന്നെ അന്ധവിശ്വാസം. അവർക്ക് ജിന്നിനെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതും അന്ധവിശ്വാസമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മസാലാപരമായ തർക്കമാണ്, അടിക്കാൻ പാടുണ്ടോ ഇല്ലേ. പിന്നെ ജിന്ന് ബാധിച്ച ഒരാള് അയാൾക്ക് റുഖ്യ ചെയ്യുമ്പോ അയാളുടെ നാവിലൂടെ ചിലപ്പോ ജിന്ന് സംസാരിക്കും. അപ്പൊ അത് കൂടുതൽ അതിനോട് സംസാരിക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോവാൻ പറയല്ലാതെ അതിനോട് ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിയിട്ട് എവിടുന്ന് വന്നാണ്, എന്താ എന്റെ ഉദ്ദേശം എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ജിന്ന് ബാധയേറ്റ മനുഷ്യന്റെ നാവിലൂടെ ജിന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഹാളറായി സംസാരിക്കുമ്പോഴാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണത്തിന്റെ വിഷയം വരുന്നത്.
അപ്പൊ അതൊക്കെ ആ വിഷയത്തിൽ ഒന്നൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല ജനങ്ങൾക്ക്. ഞങ്ങളതെല്ലാം ഉള്ളത് പ്രമാണങ്ങളിൽ ഉള്ളത് സ്വീകരിക്കുകയും അല്ലാത്ത തള്ളിക്കളയുകയും ചെയ്യും. ഒരു മസ്അലാപരമായ തർക്കത്തെ ഊതി വീർപ്പിച്ച് അതാണ് വലിയ തർക്കമെന്ന് വരുത്തി തീർക്കാനാണ് മടവൂരികൾ ശ്രമിക്കുന്നത്. അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്കോ KNM-ലുള്ള ഏതെങ്കിലും പ്രബോധകർക്കോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ ജിന്നുകളോട് ആ രൂപത്തിലുള്ള ഇന്ന് മൊയ്തീൻ ശൈഖെ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കുന്നത് പോലുള്ള ഇസ്തിഗാസ നടത്താമെന്നോ ഞങ്ങൾക്ക് ആർക്കും വാദമില്ല. പിന്നെ ഭൗതിക സഹായത്തിന് വിളിക്കാൻ നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതൊക്കെ വ്യക്തമായി വിശദീകരണത്തോടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഇവിടെ ഈ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറുപടി പറഞ്ഞില്ലേ പിന്നെ മറുപടി ഇല്ലാഞ്ഞിട്ടാന്ന് പറയലോ എന്ന നിലക്കാണ് മറുപടി പറയുന്നത്. ഇനി വിഷയസംബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് അഭ്യർത്ഥിക്കാം. ഞാൻ ഒരു സംശയം ആദ്യം ചോദിച്ചിരുന്നു, അതിന് വ്യക്തമായ മറുപടി അല്ല കിട്ടിയത്. അത് ശംസുദ്ദീൻ പാലത്തിന്റെ കാര്യം അയാൾ പിൻവലിച്ചു എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ ചോദിച്ചത്, ജിന്ന് കേറിയിട്ട് ഒരാൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ, അയാൾ അവിടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചത്. അത് മാത്രമല്ല, പിന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മടവൂരികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ളതാണ്. കാരണം ഞാൻ എടവണ്ണയിലെ AP-യും TP-യും ഒക്കെ പാടെ സംസാരിച്ചിട്ട് ഇതിനെതിരായി ശക്തമായി എതിർത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം. ആ CD കൂടി ഈ എല്ലാ പണ്ഡിതന്മാരും എല്ലാവരും കൂടി ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കണം. എടവണ്ണയിലെ പ്രസംഗം നിങ്ങളുടെ ഉപദേശമാണല്ലേ. ശരി, അടുത്ത ചോദ്യം. അബ്ദുൽ ഗഫൂർ ചെട്ടിപ്പടി, മലപ്പുറം ജില്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം എടവണ്ണ ജാമിയയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ അബ്ദുറഹ്മാൻ സലഫി പറയുന്നതായി കേട്ടു, ഒരാൾക്ക് ജിന്നു കൂടി എന്നറിയണമെങ്കിൽ വഹി വേണ്ടേ എന്ന്. അതെങ്ങനെ അറിയാൻ പറ്റും? വഹി നിലച്ചിട്ട് 1400-ലധികം വർഷമായി. അപ്പൊ ഒരാൾക്ക് ജിന്നാണ് എന്ന് സ്ഥിരപ്പെടുത്തണമെങ്കിൽ അതിന് വഹി വേണം. അത് ഒന്ന് വിശദീകരിച്ചു. വീണ്ടും പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് മറുപടി പറയും. അടുത്ത ചോദ്യം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിലാണ് ഇവിടെ മുഖാമുഖം സംഘടിപ്പിച്ചത്. ആ വിഷയമായുള്ള ചോദ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ്. എൻ്റെ പേര് സലീം. എനിക്ക് ചോദിക്കാനുള്ളത്, സക്കരിയ സ്വലാഹി ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടവർ കേൾക്കില്ല എന്ന് ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടായി. ആ വിഷയം നമ്മൾ പലരോടും പറയാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഖബർസ്ഥാനിൽ പോകുമ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി സലാം ചെല്ലുന്നുണ്ട്, സലാം അലൈക്കും ഖബർസ്ഥാനിൽ. അത് അപ്പോൾ അവർ കേൾക്കുന്നതുകൊണ്ടല്ലേ ആണ് ചെല്ലാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ അതുകൊണ്ടാണ് അവർ കേൾക്കുന്നതാണ് വിശ്വാസം. അതേപോലെ നമ്മൾ മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മളെ കാലടി ശബ്ദങ്ങൾ കേൾക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് വൈരുദ്ധ്യമല്ല എന്ന ചോദ്യം. ഇവിടെ മരിച്ചവർ കേൾക്കുകയില്ല എന്ന കാര്യം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ്, യാതൊരു സംശയമല്ലാത്ത കാര്യമാണ്. പിന്നെ ഖബറാളികൾക്ക് സലാം പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടാകട്ടെ. അതവർ കേൾക്കും, അതവരറിയും, അവരതിന് മറുപടി പറയും എന്ന വിചാരത്തിലല്ല. റസൂൽ പഠിപ്പിച്ച ഒരു കാര്യം അതുപോലെ തന്നെ പിന്തുടരുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മറമാടി തിരിച്ചു വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറടി ശബ്ദം കേൾക്കും എന്ന് പറയുന്നത് ചോദ്യത്തിനു വേണ്ടി റൂഹ് ശരീരത്തിലേക്ക് മടക്കപ്പെടുമ്പോഴാണ്. മറമാടിയ ഉടനെ തന്നെ ചോദ്യത്തിനു വേണ്ടി റൂഹ് ശരീരത്തിലേക്ക് മടക്കപ്പെടും. അപ്പൊ റൂഹും ശരീരവും ചേർന്ന ജീവനുള്ള ശരീരം കേൾക്കുന്നത്, മയ്യത്തല്ല. പിന്നെ വാറടി ശബ്ദം കേൾക്കുന്ന അത് കേൾക്കും, അതല്ലാതെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഗൈബിയായ വിഷയമാണ്. കേൾക്കും, കാണും, മരിച്ചോര് കാണും, കേൾക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേൾക്കും? എല്ലാം കേൾക്കുവോ? എല്ലാം കാണുമോ? അതോ പ്രാർത്ഥന മാത്രമാണോ? മരിച്ചുപോയ ഉപ്പ ഞാനും എന്റെ കുട്ടികളും ഒക്കെ വീട്ടിൽ കിടന്നുറങ്ങണത് അത് കാണുമോ? അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ബാത്റൂമിൽ പോയാൽ അത് കാണുമോ? എന്തൊക്കെ കാണും, എന്തൊക്കെ കേൾക്കും? അപ്പൊ അങ്ങനെയൊന്നില്ല. ഗൈബിയായ വിഷയത്തിൽ എന്തൊക്കെ പ്രമാണങ്ങളിൽ വന്നോ അത് കേൾക്കും. ചെരുപ്പിന്റെ വാറടി ശബ്ദം കേൾക്കുമെന്നതിന് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം ഇതാണ്. അപ്പൊ റൂഹ് അയാളിലേക്ക് മടക്കും ചോദ്യത്തിനു വേണ്ടി. ആ സന്ദർഭത്തിൽ അത് കേൾക്കും, അത് മാത്രം കേൾക്കും. അതുകൊണ്ട് മരിച്ചവർ കേൾക്കുമെന്നതിന് യാതൊരു തെളിവുമില്ല. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല എന്ന ആയത്ത് ഓതിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അത് വിശദീകരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യ സഹോദരങ്ങളെ, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായ
ഒരു വിഷയാവതരണം ഇവിടെ നടന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം കണ്ടെത്താനുമുള്ള ഒരു അവസരം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച സിദ്ധാന്തത്തിനെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആധികാരികമായി സഹോദരങ്ങളെ, ഇസ്ലാമിക മര്യാദ പാലിക്കുക. ഇസ്ലാമിക മര്യാദ നിങ്ങൾ പാലിക്കാൻ തയ്യാറാകണം. ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കുകയും പ്രസ്തുത വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് പോലും പല പ്രാവശ്യം ആവർത്തിച്ചിട്ടും ചില വ്യക്തികളുടെ പേരുകൾ മാത്രം എടുത്തുദ്ധരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അത് നമ്മുടെ മാന്യതയ്ക്ക് നിരക്കാതെ പോകുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് വളരെ പ്രാധാന്യപൂർവ്വം വന്ന ആളുകൾ ഇവിടെയുണ്ട്. മടവൂരിസവുമായും അതേപോലെ തന്നെ മടവൂരിസത്തെ ശക്തമായി എതിർക്കുന്ന, പ്രമാണങ്ങൾ കൊണ്ട് എതിർക്കുന്ന കേരള നേതൃത്വ മുജാഹിദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക്, അഥവാ അതിന്റെ കൗൺസിൽ, അതിന്റെ എക്സിക്യൂട്ടീവ്, അതിന്റെ ഏതെങ്കിലും ആധികാരികമായ കേന്ദ്രങ്ങൾ എടുത്തിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഇതാ ഇസ്ലാഹി സെന്റർ നിങ്ങളെ പരസ്യമായി ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഇവിടെ വന്നുകൂടിയ എല്ലാ ആളുകളും മടവൂരികളല്ല എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഈ വിഷയത്തെ മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും വേണ്ടിയാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാമോ എന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ പാനലിരിക്കുന്ന പണ്ഡിതന്മാർ അതിന് കൃത്യമായി മറുപടി കഴിഞ്ഞു. പാടില്ല. ഇനി നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടതും കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ കൗൺസിലുമായും എക്സിക്യൂട്ടീവുമായും തെരഞ്ഞെടുപ്പുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യസമേതം വരാം ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലേക്ക്. അവിടെ വെച്ച് നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കുന്നതാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദിച്ചതിന് ഇവിടെ നിന്ന് ഒരു മറുപടി നൽകുന്നതാണ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു എല്ലാവർക്കും ഹക്ക് ഉൾക്കൊള്ളാനുള്ള, വികാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഹക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിഷയബന്ധിതമായി